അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ 1 കോടി രൂപ കൊടുത്തു. ബാക്കി 33 കോടി രൂപയ്ക്ക് വേണ്ടി യാചിക്കാൻ ഞാൻ റോട്ടിലിറങ്ങി. അവസാനം 9 ചില്ലാൻ കോടി കുറവ് വന്നു. 2 ദിവസം മുമ്പിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ 9 ചില്ലാൻ കോടി ഇടാം. കാരണം ബോച്ച ഇറങ്ങിയിട്ട് തിരിച്ചു കയറുന്ന പ്രശ്നമില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു. ഒരു ദിവസം അവിടെ ഇരുന്ന് പോന്നു, അത്രയേ ഉള്ളൂ. അത് ഒരു വൈരാഗ്യം. ചെയ്യാത്ത കുറ്റത്തിന് പോയിരിക്കുമ്പോ ഭയങ്കര വേദന. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ അബ്ദുൾ റഹീം നിരപരാധിയാണെങ്കിൽ ഒരു ദിവസമല്ല 18 വർഷം കെടുന്നു എന്ന് മാത്രമല്ല, ഓരോ നിമിഷം അയാൾ കാണുന്ന ഒരു തൂക്കുകയറല്ലേ. ഇല്ല, ഞാൻ ഇത് എനിക്ക് കുറച്ച് വർഷം മുമ്പാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് ഏഷ്യാനെറ്റ് എന്ന് വിളിച്ച് ചോദിച്ചത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പോകരുത് 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 എന്ന് കുറേ പേര് പറഞ്ഞു. മെജോറിറ്റി ആൾക്കാരും പോകരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചെന്നാ പോകണ്ടെന്ന്. പ്രമാദമായ ഫേമസ് സീരിയൽ ടിവിയിലെ നടിയാണ്. ഞാൻ ടി വി കാണില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്ക് വിശ്വാസമില്ല. ഞാൻ വിചാരിച്ചു ജാടയില്ലാത്ത ഒരാളാണ് ബോച്ചെ, നിങ്ങളും ജാടക്കാരനാണ്. രഞ്ജത്ത് കുത്തിയോടെ എന്താണ് നേഹ ബോച്ച എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം? അത് ഇഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അത്യാവശ്യം കുൽസിതങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ ബോച്ചയുടെ ഇങ്ങനെ വീഡിയോസും റീൽസും കാണുമ്പോൾ അതെന്നും ഒരു പ്രചോദനമാണ്. ഇനിയിപ്പോ ഞാൻ നേഹയ്ക്ക് ചാൻസ് തരാണ്, പെട്ടെന്ന് എന്താ ചോദിക്കാനുള്ള ചോദിച്ചോ. എനിക്ക് ബോച്ചയുടെ കൂടെ കുറച്ച് കുൽസിത റീലുകൾ ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, അപ്പൊ എനിക്ക് കിട്ടും. എന്തായാലും ഇത് ഇറക്കുമ്പോഴേ എനിക്കറിയാം ഇതിന്റെ ട്രോളൊക്കെ വരുന്നുള്ളത്. 20 ലക്ഷം പേരെ കാണണമെങ്കിൽ ട്രോള് വരുമ്പോ അത് 1 കോടിയിലേക്ക് എത്തും. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ടു മേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആൻഡ് ഫെയിം. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ബോച്ച, ഇനി ബോച്ചയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനായിട്ട് വേറൊരാൾ ഇപ്പൊ ഫോണിൽ നമുക്കിപ്പോ കണക്ട് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ബോച്ചയുടെ എന്തോ ചോദിക്കാനുണ്ട് അത്ര. ഒരു ആർട്ടിസ്റ്റ് ആണ് എന്ന് മാത്രമാണ് എനിക്ക് അറിയുള്ളൂ. ഹലോ ഹലോ യെസ്, ഞാൻ രമ്യാണ്, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നാ വിളിക്കുന്നത്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന്. നമസ്കാരം രമ്യ. നമസ്കാരം. ഇത് പേര് എന്തോ? പേര് മനീഷ. അതെ. ഓക്കെ. അപ്പൊ ഞാൻ ഈ ശബ്ദം കേട്ടപ്പോ തോന്നി ഇന്ന ആള് തന്നെ ആവില്ലേന്ന്. ഓക്കെ മനീഷ, എന്റെ കൂടെ ശ്രീ ബോബി ചെമ്മണ്ണൂരുണ്ട്, ബോച്ചയുണ്ട്, അറിയാലോ. അപ്പൊ എന്ത് ചോദ്യമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാനുള്ളത് മനീഷയ്ക്ക്? നമസ്കാരം ബോച്ചേ. ഹായ്, നമസ്കാരം. തൃശ്ശൂർക്കാരാണല്ലോ അല്ലെ? തൃശ്ശൂരാണോ വീട്? തൃശ്ശൂരാണോ വീട്? അതെ. ആദ്യം തന്നെ ഞാൻ വലിയൊരു ബഹുമാനം ഞാൻ അങ്ങോട്ട് തരുവാണ്. കാരണം വലിയൊരു ഒരുപാട് നല്ല പ്രവർത്തികൾ താങ്കൾ നമ്മുടെ മലയാളികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ല നല്ല എന്താ പറയാ, മറ്റുള്ളവർക്കുള്ള സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സിനി ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഒക്കെ ഇതുപോലത്തെ സപ്പോർട്ടും ഇൻസ്പിറേഷനും ഇങ്ങനത്തെ ഒക്കെ എനർജി തരുമ്പോ അതാണ് നമ്മൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്ര എനർജി തന്നാലും ചില ആൾക്കാർക്ക് ഒരു പോയിന്റിൽ എത്തുമ്പോ അതിനുള്ളൊരു തളർച്ച അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു ഒരു ബ്ലോക്ക് ഒക്കെ വരാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ഒരു എനർജി കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. അല്ല, നിങ്ങൾ തരുന്നോണ്ടാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇതുപോലെയുള്ള സ്നേഹം തരുമ്പോ, സ്നേഹമല്ലേ ഏറ്റവും പവർഫുൾ ഫ്യൂയല്. അത് തരുന്നതിനനുസരിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. അല്ല ബോച്ചെ, എന്റെ ഒരു സംശയം എന്താന്ന് വെച്ചാല് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പലപ്പോഴും ബോച്ചയുടെ പേര് വന്നു പോകാറുണ്ട് ബിഗ് ബോസിൽ. അപ്പോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഞാനും അതിലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമ്പോ നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അയ്യോ ഇവർ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ ആ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിട്ട് പലരും കാണാറും ഇല്ല. മിക്ക പ്രഡിക്ഷൻ ലിസ്റ്റിലും ബോച്ചയുടെ പേര് കാണാറുണ്ട്. ബോച്ചെ, ഇനി ഒരു ബിഗ് ബോസ് സീസണില് ബോച്ചയെ പ്രതീക്ഷിക്കാമോ നമുക്കൊക്കെ? ഇല്ല, ഞാൻ ഇത് എനിക്ക് കുറച്ച് വർഷം മുമ്പാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് ഏഷ്യാനെറ്റ് എന്ന് വിളിച്ച് ചോദിച്ചത്. ആ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ അവന് ഇതിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പോകരുത് 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 എന്ന് കുറേ പേര് പറഞ്ഞു. അപ്പം മെജോറിറ്റി ആൾക്കാരും പോകരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചെന്നാ പോകണ്ടെന്നുള്ളത്.
സത്യത്തില് എനിക്ക് ഈ പ്രോഗ്രാം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ TV ഒന്നും കാണാറില്ല. ഒരു പത്രം വായിക്കും, സിനിമകൾ കാണും, ബാക്കി TV കാണുന്ന ഹാബിറ്റ് ഇല്ല എനിക്ക്. അതുകൊണ്ട് ഇതെന്നല്ല ഒരു പ്രോഗ്രാമോ എനിക്ക് അറിയില്ല TV-യിൽ എന്താ നടക്കണേന്നുള്ളത്. മനസ്സിലായി. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഈ പറഞ്ഞതുപോലെ പലരും പറഞ്ഞും ഒക്കെ കേട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അല്ല, അത് കേട്ടപ്പോ ഞാൻ ചോദിച്ചറിഞ്ഞു എങ്ങനെയാണ് ഇതിന്റെ പരിപാടി, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എന്നുള്ളത്. അപ്പൊ പിന്നെ കുറെ പേര് ബോച്ച് വന്നു കഴിഞ്ഞാൽ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ പക്ഷെ ഇപ്പൊ 2 വർഷമായിട്ട് ഒന്നിനും പോണില്ല, TV ഷോനും ഒന്നിനും പോണില്ല. അത് എനിക്ക് ചില നേരത്തെ ഒരു മൂഡിന് അങ്ങോട്ട് ഇറങ്ങും, പിന്നെ കുറെ കാലം വെറുതെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഒന്നിനും പോയിട്ടില്ല 2 വർഷമായിട്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഭയങ്കര സന്തോഷം. ബോച്ചയുടെ ആ ഒരു എന്താ പറയാ, ബോച്ചയുടെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക്. കാരണം വെച്ചാല് മനസ്സ് വിശാലമായി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അത് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സപ്പോർട്ട്. ഓക്കെ ഡിയർ. ബൈ. ഓക്കെ ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ കേട്ടോ, ഓക്കെ ബൈ. ശരിക്കും ബോച്ചെ ഇങ്ങനെ മിക്കപ്പോഴും ഇങ്ങനെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ കേൾക്കാറുണ്ട്. ഈ പ്രാവശ്യം ബോബി ചെമ്മണ്ണൂർ കാണും, ബോച്ചെ ഉണ്ടാവുമായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും എന്താ ബോച്ചെ അങ്ങനെ പല തവണയും ഏഷ്യാനെറ്റിൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ബിഗ് ബോസ് പോയാലോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ നോക്കുമ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പോകരുത് അപ്പൊ നമ്മുടെ ഫാൻസ് മെജോറിറ്റി പറയുമ്പോ അതനുസരിക്കാന്നുള്ളൊരു ബാധ്യതയാണല്ലോ. പക്ഷെ എന്തെങ്കിലും ഒരു വിളി വന്നപ്പോൾ ബോച്ചയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഒന്ന് പോയി നോക്കിയാലോ? ഫസ്റ്റ് വിളിച്ചപ്പോ ഞാൻ പോണെന്ന് വിചാരിച്ചു. ആണല്ലേ? എന്താന്നൊന്നും അറിയില്ല. ഞാൻ എന്ത് വിളിച്ചാലും ഓക്കെയാണ് പറഞ്ഞിട്ട് പിന്നെ ചെന്നിരുന്നിട്ട് നോക്ക എന്താണ് ഏതാണുള്ളത്. ഓക്കെ പറഞ്ഞു. പിന്നെ നോക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒറ്റപിടി പേര് പോകരുത് ബോച്ചെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി അയ്യോ അങ്ങനെ പറയുമ്പോ പിന്നെ എന്താണ്. അപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കുറച്ച് ഭാഗം എടുത്ത് എനിക്ക് കാണിച്ചു തന്നു അങ്ങനെയുണ്ട്. അപ്പൊ പോയാൽ ചിലപ്പോ അത് നെഗറ്റീവ് ആവും നമ്മള് എന്നൊക്കെ സാധ്യതയുണ്ട്. പോയ അധികം പേര് നെഗറ്റീവായി പോവാറുണ്ട്, പുറത്താവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ പറഞ്ഞു കേട്ടു. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എന്താ അതിനനുസരിച്ച് പോവും. അതിലിപ്പോ പ്ലസ് മൈനസ് ഒന്നും ഞാൻ നോക്കാം. അപ്പൊ ഇപ്പത്തെ സീസൺ കാണാറുണ്ടോ ബിഗ് ബോസ്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ടിവിയെ കാണാറില്ല. ഞാൻ ഇരിക്കുന്ന ഹാബിറ്റ് ഇല്ല ടിവി. പത്രം വായിക്കും. കക്കൂസെ പോകും, ഒരു കുപ്പി വെള്ളം പത്രമായിട്ട് ഒരു അരമണിക്കൂർ. അതാണ് എന്റെ ബന്ധം, ന്യൂസ് ആയിട്ടുള്ള ബന്ധം. പിന്നെ തിയേറ്ററിൽ പോയിട്ട് കഴിയാവുന്ന ആഴ്ചയിൽ 1-2 സിനിമ കാണാം. അതൊക്കെയാണ് നമുക്ക് ഇഷ്ടം. അപ്പൊ ഇതിനെ കുറിച്ച് വലിയ ഒരു ഐഡിയ ഇല്ല, ധാരണയില്ല. അപ്പൊ ആരൊക്കെ പോയി, ആരൊക്കെ വിൻ ചെയ്തു, ആരൊക്കെയാണ് അതിൽ നിന്നും അറിയുന്നത്? കുറച്ച് വർഷം മുമ്പാണ്. ഫ്ലൈറ്റിൽ ഇരിക്കുക, അപ്പൊ അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്, നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു സുന്ദരി. ചിരിച്ചു, ഞാനും ചിരിച്ചു. ഹലോ ഹായ്, ഞാൻ ഹായ് പറയൂ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞ് വർത്താനം കഴിഞ്ഞപ്പോ ആളെന്റെ അടുത്ത് എന്നെ ശരിക്കും മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കിടന്നിട്ട് ഇനി ഇത്രയൊക്കെ പരിചയമുള്ളൂ, എനിക്ക് ഒരാളെ അറിയില്ല എന്ന് പറയാൻ ഭയങ്കര വിഷമമാണ്. അപ്പൊ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പിടിച്ച് വന്നപ്പോൾ ആൾക്ക് മനസ്സിലായി. അപ്പൊ ആള് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ജാടയില്ലാത്ത ഒരാളാണ് ബോച്ചെ, നിങ്ങളും ജാടക്കാരനാണ്. അയ്യോ, നെഞ്ചത്ത് കുത്തി പോലെ. സഹോദരി മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ ചിരിച്ചു വർത്താനം പറഞ്ഞു, നിങ്ങളൊരു സുന്ദരിയല്ലേ, അടുത്തിരിക്കുന്നു, ഇത്രയും കുറെ ദൂരമൊക്കെ പോണ്ടതല്ലേ, അപ്പൊ ആരായാലും ഒന്ന് നോക്കി ചിരിച്ചു വർത്താനൊക്കെ പറഞ്ഞു പോവല്ലോ എന്നോർത്തിട്ടാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേര് പറയുന്നില്ല. അങ്ങനെ ആയപ്പോഴാണ് പറയണേ, ഒരു പ്രമാദമായ ഫേമസ് സീരിയല് ടിവിയിലെ നടിയാണ്. ഞാൻ TV കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്ക് വിശ്വാസമില്ല. കാരണം TV കാണാത്ത ആൾക്കാരുണ്ടാവോ? സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഞാൻ മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കറിയില്ല സത്യം പറഞ്ഞിട്ട്, ഇതൊന്നും TV കാണാറില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പൊ അങ്ങനത്തെ പടങ്ങളൊക്കെ ഈ TV കാണാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട്. ഇനി നമ്മുടെ ഇപ്പൊ ഇതൊരു യൂട്യൂബ് ചാനലാണല്ലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഓരോ റിവ്യൂസും അവരുടെ ഇഷ്ടങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാറും പൾസറിയാറൊക്കെ നോക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കുറെ പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ്, നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോഴും അതെ, ഇതിനകത്ത് ബോബി ചെമ്മണ്ണൂരിനെ നിങ്ങൾ കൊണ്ടുവരുമോ, ബോച്ചെ നിങ്ങളെ ഒരു ഇന്റർവ്യൂ ചെയ്യോ
എന്നാണ് നിങ്ങളുടെ ചാനലിലേക്ക് ഒരു കുട്ടി ഭയങ്കര ഹാർഡ് കോർ ഫാൻ ആയിരുന്നു ബോച്ചയുടെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വരുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറയണേ, എനിക്ക് കാണണേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ അത് ഇപ്പൊ കുറെ നാളായിട്ട് പറയുന്നതായിരുന്നു. അപ്പൊ ഇപ്പൊ നടന്നിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ പക്ഷെ നമ്മള് ആ കുട്ടിയുടെ അടുത്ത് ഇന്നിപ്പോ ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ബോച്ചയാണ് വന്നിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മളിപ്പോ ആ കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവിടെ വേറൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വരൂ നമുക്ക് കാണാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ റെഡിയായി. ആ കുട്ടി വന്നിട്ടുണ്ട്. അപ്പൊ കണ്ണടച്ചിട്ടാണ് ഇപ്പം കണ്ണ് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നിരിക്കുമ്പോൾ ഇനി അവർ കണ്ണടയ്ക്കുമ്പോൾ അറിയുള്ളൂ ബോച്ചയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അവർക്കും അതൊരു ഭയങ്കര സർപ്രൈസ് ആവും എന്തായാലും. കാരണം ഒരു വർഷമായിട്ട് നമ്മളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് ആ കുട്ടീനെ ഒന്ന് ഇനി ഒന്ന് വിളിക്കാം. ഇരുന്നോ തിരിഞ്ഞിരുന്നോ. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ ആണോ? ഇനി പയ്യെ കണ്ണു തുറക്കാം. നമുക്ക് നോക്കാം ആരെ കാണാനാ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന്. ആരെ കാണാനാ? ഹലോ സർ. ഹായ്, ഐ ആം നേഹയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, വ്യക്തിത്വമാണ്. എത്രയോ നാളായിട്ട് നേഹ പറയുന്നു കാണണം, പരിചയപ്പെടണം എന്ന്. എന്താണ് നേഹ ബോച്ച എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം? അത് ഇഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അത്യാവശ്യം കുൽസിതങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ ബോച്ചയുടെ ഇങ്ങനെ വീഡിയോസും റീൽസും ഒക്കെ കാണുമ്പോൾ അതെന്നും ഒരു പ്രചോദനമാണ് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ടൊക്കെ. പണ്ടായാലും ഇങ്ങനെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലായിരുന്നു. ഇന്നത്തെ യൂത്തിനെ തന്നെ ബോച്ചെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെയായിട്ട്. ഓ, അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇത്. അപ്പൊ ബോച്ചയുടെ എല്ലാ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്യാറുണ്ട്, കാണാറുണ്ട്. കഴിഞ്ഞ 1 വീക്ക് കുറെ പ്രാവശ്യം എന്താ വരാത്തേന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. കുറെ മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു പിയെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകണം. അപ്പൊ പോവാം എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടോ ഇങ്ങനെ യാത്രയൊക്കെ ആയിട്ട് മാറിപ്പോയി. അപ്പൊ ഇങ്ങനെ ചോദിക്കാറുള്ള ഒരാളാന്ന് പറഞ്ഞപ്പോ ഞാനൊരു ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. സർപ്രൈസ്ഡ് ആയി. ആർട്ടിസ്റ്റ് ആണോ? അതെ, ആർട്ടിസ്റ്റാണ്, മോഡലാണ്. എന്നിലും ഹൈറ്റ് ഉണ്ടോ? ഞാൻ എന്തൊക്കെ ചോദിക്കും, എന്ത് ചോദിക്കുന്ന ആകെ ഒരു ഇതിലായിപ്പോയി അല്ലേ, എക്സൈറ്റ്മെന്റ് കൂടിയിട്ട്. എന്താ ചോദിക്കുന്നത്? ഒരിക്കൽ ബോച്ചെ കണ്ടിരുന്നു, എന്തോ ഒരു പുസ്തക പ്രകാശനത്തിന് വന്നപ്പോ എനിക്ക് അന്നൊരു ഗോൾഡൻ കളറിലെ കാർഡൊക്കെ തന്നു, വിസിറ്റിംഗ് കാർഡ്. അതിൽ വിളിക്കാൻ പറഞ്ഞു, വിളിച്ചു. നമ്മുടെ മറഡോണയുടെ വിളിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. എന്റെ പ്രോബ്ലം ഫോൺ എപ്പോഴും സൈലന്റ് ആക്കി വെക്കുക. ഇപ്പൊ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയൊക്കെയോ ഞാൻ ഈ എല്ലാ ജില്ലയിലും ബോച്ചെ ഫാൻസ് കോർഡിനേറ്റർക്ക് നമ്പർ കൊടുത്തു. അവരുടെ താഴോട്ട് നമ്പർ പോയി ഇപ്പോ തൗസൻഡ്സ് ഓഫ് കോൾസ് ആരെ വിളിക്കണേന്ന് അറിയില്ല, സൈലന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ചിലത് ഇങ്ങനെ വാട്സപ്പിൽ നോക്കി. ഐ ആം വെരി സോറി ഫോർ ദാറ്റ്. സ്വർണ്ണം കളറിലെ കാർഡൊക്കെ. ഇങ്ങനത്തെ എത്രയോ യൂത്ത് ഇപ്പൊ പറഞ്ഞ പോലെ, നേഹ പറഞ്ഞ പോലെ, ഗേൾസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ഇതുപോലെ ബോച്ചനെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം യൂത്ത് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്തായിരിക്കും ഇപ്പത്തെ ഒരു സമയം ബോച്ചയ്ക്ക് ഷെയർ ചെയ്യാനുള്ള അവർക്ക് എന്തൊരു ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിലാണെങ്കിലും ഒരു ടിപ്പ് എന്നുള്ള രീതിയിലാണെങ്കിലും ബോച്ചയുടെ ഭാഗത്തുനിന്ന് ബോച്ചയുടെ എനിത്തിങ് അവർക്ക് വേണ്ടിട്ട് യൂത്തിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും. യൂത്ത് ഇഷ്ടപ്പെട്ട ഓൾവേസ് യൂത്ത് ആയിട്ട് തന്നെ ഇരിക്കുക. എപ്പോഴും യൂത്ത് ആയിട്ട് എന്നെ പോലെ ഇരിക്കണമെങ്കിൽ എപ്പോഴും ഇത്തിരി തമാശയും തഗ്ഗൊക്കെ അടിക്കുക. ബി ഫ്രീ, എപ്പോഴും സീരിയസ് ആവാതിരിക്കുക. പിന്നെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുക, ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുക, കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുക. അങ്ങനെ മുമ്പോട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സാധിക്കും. നമുക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കും. നിരാശരാവരുത്. ബി സ്ട്രോങ്, ബി യൂത്ത് ഓൾവേസ്. കണ്ടില്ലേ, ഞാനിപ്പോൾ 24 വയസ്സിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണുണ്ട്. അതേപോലെ ആവുക. ലൈഫ് ഈസ് ജസ്റ്റ് വൺസ്. മനുഷ്യന് 2 ഓപ്ഷൻ ഉണ്ട് ചാവാൻ. പട്ടിയെ പോലെ ചാവാം, ജീവിതം ആഘോഷിച്ച് മരിക്കാം. ആഘോഷിച്ച് തന്നെ മരിച്ചൂടെ? എന്താ നേഹയ്ക്ക് ഇനിയിപ്പോ എക്സൈറ്റ്മെന്റ് മാറിയോ? എന്താ ഇനിയിപ്പോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മാറിക്കൊണ്ടിരിക്കണോ? ഓക്കെ, ഇനിയിപ്പോ ഞാൻ നേഹയ്ക്ക് ചാൻസ് തരാണ്. പെട്ടെന്ന് എന്താ ചോദിക്കാനുള്ളത് ചോദിച്ചോ. പെട്ടെന്ന് ചോദിക്കാനുള്ളത്, എനിക്ക് ബോച്ചയുടെ കുറച്ച് കുൽസിത റീലുകൾ ചെയ്യണമെന്നുണ്ട്. റീൽസ് ചെയ്യണമെന്നുണ്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, നമുക്ക് ഇപ്പോഴല്ലോ അല്ലേ. ഇപ്പൊ ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യാം, നമുക്ക് സമയം പോലെ ചെയ്താൽ പോരെ, പ്ലാൻ ചെയ്തിട്ട്. ഓക്കെ, ഷുവർ.
ഓക്കെ, എങ്ങനെയാണെങ്കിലും ഓക്കെയാണ്. എങ്ങനെയാണെങ്കിലും ഓക്കെയാണ്. എന്തായാലും ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, അപ്പൊ എനിക്ക് കിട്ടും എന്തായാലും. ശരി ശരി. ഓക്കെ, പിന്നെന്താ? റീൽസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് ചെയ്യല്ലേ നല്ലത്. പ്രിപ്പയർ ചെയ്ത് ചെയ്യാം. റീൽസ് വരുമ്പോ എന്തായാലും കുറച്ച് റീച്ച് ഒക്കെ വേണ്ടേ. അതെ അതെ. പെട്ടെന്ന് അതാ ഞാൻ കുൽസിത റീൽസ് എന്ന് പറഞ്ഞത്. കുൽസിത റീൽസ് അല്ലേ? ഓക്കെ, പിന്നെന്താ? പിന്നെ ഒന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല, ആകെ എക്സൈറ്റഡ് ആയിട്ട് ഒന്നും അങ്ങനെ. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഷൂ അത് ചോദിക്കായിരുന്നു. എന്റെ വീട് തിരുവല്ല, എറണാകുളത്ത് താമസിക്കുന്നു. തിരുവല്ല വീട്, ഇവിടെ ഞാൻ താമസിക്കുന്നു എറണാകുളത്ത്. നേഹ മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. 6-7 അടി ഹൈറ്റ് ഉണ്ടോ അല്ലേ? അല്ല, ബോച്ചയുടെ അത്ര ഇല്ല. എന്നിലും കൂടുതലുണ്ടെന്നാ തോന്നുന്നത്. ഇല്ല ഇല്ല. ഓക്കെ, സാധാരണ സെയിം ഹൈറ്റ് ആയിരിക്കും, നല്ല കൂടുതലുണ്ടാവാൻ സാധ്യതയില്ല. 5'9" എന്റെ ഹൈറ്റ്. കുറവാൻ വഴിയില്ല. ബോച്ച എത്രയാ? 6 ആയിരുന്നു. ആ, അപ്പൊ 5'9", ഒരു പൊടിക്ക് കുറവാ. ഓക്കെ, അപ്പൊ എന്നാ ഇപ്പൊ എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഒന്നും ചോദ്യങ്ങൾ ചോദിക്കാനില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോയിക്കോട്ടെ? ഷുവർ, ഡെഫിനറ്റ്ലി. ഓക്കെ, നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്തായാലും. ഓക്കെ, ഫോട്ടോ ഇപ്പൊ എടുക്കാം. ഭയങ്കര നെർവസ് ആണ്, എനിക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എക്സൈറ്റഡ് ആയി, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരാളെ കണ്ടപ്പോഴേ എന്തൊക്കെ ചോദിക്കും. ഇനി ഇവിടുന്ന് പോയി ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്ന സംഭവം, ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഈ ഒരു ഏജിൽ സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പൊ ഈ ഒരു ഏജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും എന്താ പ്രചോദനമായത്? കാരണം ഇപ്പൊ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവർ ഓക്കെ, സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ, പക്ഷെ നിങ്ങളുടെ ഒരു ഏജിൽ അതല്ലല്ലോ. അപ്പൊ അതിലേക്ക് സോഷ്യൽ മീഡിയ, ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ഒന്നല്ലായിരുന്നു. ഞാൻ ഈ ഓടിയല്ലോ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഓട്ടത്തിന്റെ സമയത്താണ് ഇങ്ങനെ ഫാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോ സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരാനായിട്ട് കാരണം ഉണ്ടായത്. പിന്നെ അതങ്ങ് പിന്നെ ഇപ്പോഴും ഞാൻ ആക്റ്റീവ് അല്ല. ഞാൻ എന്റെ സാധനങ്ങൾ ഇങ്ങനെ ചറപറാന്ന് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യിക്കും എന്നല്ലാതെ TV കാണാറില്ല, ഫേസ്ബുക്ക് ഒന്നും നോക്കാറില്ല. TV തീരെ കാണാറില്ല. ഫേസ്ബുക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോ മാസത്തില് ചിലപ്പോ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വല്ല ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താലുള്ളൂ. അതുകൊണ്ട് എനിക്കറിയില്ല ഫേസ്ബുക്കിലും എന്താ നടക്കണേന്നുള്ളത്. TV-യിലും സിനിമ കാണലാണ് എന്റേത്. പിന്നെ ഒരു പത്രം വായിക്കും, അതാണ് മെയിനായിട്ട്. പിന്നെ എന്റെ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ എന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യും, പിള്ളേരെടുത്ത് ഇടും, അങ്ങനെ പരിപാടി. വേറെ എനിക്കിതിന്റെ പലതും ചെയ്യാൻ പോലും അറിയില്ല. സോഷ്യൽ മീഡിയ എഡിറ്റിംഗ്, അത് ഇത് ഇങ്ങനത്തെ ടെക്നിക്, ഫോൺ എടുക്കുക, മെസ്സേജ് നോക്കുക, ഇത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ടോഡി ഷോപ്പ് ഇല്ലേ, ഞാൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു റീൽസ് ചെയ്താൽ കൊള്ളാം. അവിടെ ചെയ്യാം നമുക്ക്. അവിടെ നമുക്ക് ഡിസ്കോ ഫ്ലോർ ഒക്കെ ഉണ്ട്, ഡിസ്കോത്തിക്, ചെറിയ ഫ്ലോറ്. നമുക്കൊരു ഡാൻസ് ഒക്കെ കളിക്കാം. കള്ളു കുടിക്കാതെ കള്ളു കുടിച്ച പോലെ കളിക്കാം. അത് നല്ലൊരു ഐഡിയ. ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്. അവിടെ പോയിട്ടുണ്ട്. നമുക്ക് എരിയിടാതെ മീൻ പിടിക്കാം. അപ്പോൾ ഓക്കെ നേഹ, താങ്ക് യു സോ മച്ച്. ഞാൻ വേറൊന്ന് കേട്ടത്, ഈ ബോച്ചെ എന്ന് പറയുന്ന ഒരാള് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണത് എപ്പോഴും തനിക്ക് എന്തെങ്കിലും ഒരു തൻ്റെതായിട്ടുള്ള പുതിയൊരു ഇതേപോലത്തെ ഒരു സ്റ്റൈലോ അല്ലെ തൻ്റെതായിട്ടുള്ള പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഇത് പബ്ലിക്കിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു വൺ വേ ഓഫ് സെൽഫ് പ്രൈസിങ്ങിന് വേണ്ടിയിട്ടാണ്, അതായത് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിന് വേണ്ടിയിട്ടാണ് ബോച്ചെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണത്, ഇങ്ങനെ ഒരു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് പേര്. എന്താ ശരിക്കും ബോച്ചയ്ക്ക് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താ പറയാനുള്ളത്? ഞാൻ ശരിക്കും അങ്ങനെ ചെയ്യുന്നതാണോ ഈ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് വരുന്നത്? രണ്ടുമുണ്ട്. ചില കാര്യങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ചില കാര്യങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പോ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ 1 കോടി രൂപ കൊടുത്തു. ബാക്കി 33 കോടി രൂപയ്ക്ക് വേണ്ടി യാചിക്കാൻ ഞാൻ റോട്ടിലിറങ്ങി. അവിടെ ഒരിക്കലും ഞാൻ ഒരു പബ്ലിസിറ്റി ആലോചിച്ചിട്ടോ വേറെ കാര്യങ്ങളായിട്ടോ ഒന്നുമല്ല. പബ്ലിസിറ്റി ആലോചിക്കുകയാണെങ്കിൽ എനിക്കൊരു 10 ലക്ഷം കൊടുത്താൽ മതി, 1 കോടി കൊടുക്കണ്ടല്ലോ. 10 കൊടുത്താലും 10 ലക്ഷം ബോച്ചെ കൊടുത്തു എന്ന് പറയാം. പിന്നെ റോട്ടിൽ ഇറങ്ങണ്ട. എനിക്കൊരു AC റൂമിൽ ഇരുന്നിട്ട് ഈ മൊബൈലും വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ 10 കൊടുത്തു, ഇനി നിങ്ങളെല്ലാവരും ഇടുന്ന് പറഞ്ഞിരിക്കാം, പേരെടുക്കാനാണെങ്കിൽ. ഞാൻ അത് ചെയ്യാൻ കാരണം, പത്രങ്ങൾ വായിക്കുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. എല്ലാ പ്രശ്നത്തിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല. ഇതിൽ ഇടപെടാൻ കാരണമുണ്ട്, ആത്മാർത്ഥമായിട്ട് ഇടപെട്ടതാണ്. കുവൈറ്റിൽ ഞാൻ ഒരു 15
20 വർഷം മുമ്പ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ ഈ പാർട്ട്ണർ എന്നെ പറ്റിച്ചു, കള്ളക്കണക്കൊക്കെ എഴുതി ചെയ്യും. കാരണം ഞാൻ ഈ 6 മാസത്തിലോ 1-2 പ്രാവശ്യം പോയിട്ട് വരും, 4 ദിവസം നിന്നിട്ട് വരും. പാർട്ട്ണർക്ക് വേറെ പണിയൊന്നുമില്ല, ആ ഒരു ബിസിനസ് ഉള്ളത്, അതുകൊണ്ട് ഫുൾ ടൈം അവിടെയാ. അപ്പൊ സ്റ്റാഫൊക്കെ ആയിട്ട് കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അപ്പൊ ഈ കള്ളക്കണക്ക് എഴുതി പിടിച്ച് ഉന്തും തള്ളൊക്കെ ആയി കഴിഞ്ഞപ്പോ അയാൾ അവിടെ വർഷങ്ങളായിട്ടുള്ള ആളായതുകൊണ്ട് കുവൈറ്റില് ഒരു പോലീസ് ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഒരു കള്ളപ്പരാതി കൊടുത്തു എനിക്കെതിരെ. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു, ഒരു ദിവസം അവിടെ ഇരുന്ന് പോന്നു, അത്രേ ഉള്ളൂ. അത് ഒരു വൈരാഗ്യം എന്നുള്ളത്. അപ്പൊ ഒരു ദിവസമാണെങ്കിലും ഞാൻ അവിടെ ഇരുന്നപ്പോ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. കാരണം ചെയ്യാത്ത കുറ്റത്തിന് ഭയങ്കര വേദന. അപ്പൊ ഞാൻ ആലോചിച്ചു, അതേസമയം ഞാൻ ഒരാളെ കൊന്നിട്ടാണെങ്കിൽ 25 വർഷം പോയിരുന്നാലും എനിക്ക് ഒന്നും തോന്നില്ല, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി അവിടെ ജീവിക്കും, കാരണം ഞാൻ ചെയ്തതാണ്. അവിടെയാണല്ലോ ആ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് പറഞ്ഞാൽ വേദന ഭയങ്കരം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ അബ്ദുൾ റഹീം നിരപരാധിയാണെങ്കിൽ ഒരു ദിവസമല്ല 18 വർഷം കെടുന്നു എന്ന് മാത്രമല്ല, ഓരോ നിമിഷം അയാൾ കാണുന്ന ഒരു തൂക്കുകയറല്ലേ, അവിടെ തൂക്കിക്കൊല്ല അല്ലെങ്കിൽ തലവെട്ടും. എനിക്കത് ഇത്രയും നല്ലൊരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് അന്ന് ബോച്ചെ അത് ചെയ്തത്, പൈസ കൊടുത്തത്. ഭയങ്കര വിഷമായി. അതിലും ഇങ്ങനെ ആൾക്കാർ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്നതും ബോച്ചയ്ക്ക് എഗെയിൻസ്റ്റ് പറയണതും ഒക്കെ ഭയങ്കര ഒരു അതാണ്. അത് പല കാര്യങ്ങളും നമ്മൾ പബ്ലിസിറ്റിക്ക് ചെയ്യണതുണ്ടാവും, മാർക്കറ്റിംഗ് ചെയ്യണുണ്ടാവും. ചിലത് നമ്മൾ ഞാനൊരു മനുഷ്യനല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, റോബോട്ടൊന്നും അല്ലല്ലോ. ബിസിനസ്മാൻ ആയതുകൊണ്ട് ഇനി മനുഷ്യത്വം ഇല്ല, നന്മയില്ല എന്നുള്ള ചിന്ത. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി അയാളെ രക്ഷിക്കാൻ തീരുമാനിച്ചു. അവസാനം 9 ചില്ലാൻ കോടി കുറവ് വന്നു, 2 ദിവസം മുമ്പിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ 9 ചില്ലാൻ കോടി ഇടാം, കാരണം ബോച്ച ഇറങ്ങിയിട്ട് തിരിച്ചു കയറുന്ന പ്രശ്നമില്ല, ഇറങ്ങിയതാണ്. അതുവരെ കൊടുക്കാൻ നിന്നു. പക്ഷെ ആ 2 ദിവസം കൊണ്ട് 2 ദിവസം ആവശ്യം വന്നില്ല. അതെന്താ കാരണം വെച്ചാല് അമ്മ തൃശ്ശൂർ എത്തിയപ്പോ എന്നെ വിളിച്ചിടാ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ അമ്മ ഇതിനൊന്നും പോണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാ. നീ എന്തേലും ഡൊണേഷൻ കൊടുത്തിട്ട് മിണ്ടാണ്ടിരുന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ ഒരു തീരുമാനം എടുത്താ മുമ്പോട്ട് പോകും. അപ്പൊ ചീത്ത പറയാനെ വിളിക്കണേന്ന് വെച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഐ കാൻ't ബിലീവ് ഇറ്റ്, ഷോക്ക്. എന്റെ ലൈഫിൽ ആദ്യത്തെ ഷോക്കാ. അമ്മ വീട്ടിൽ വല്ല ഞായറാഴ്ച പിരിവിനൊക്കെ വന്ന ഒരു 100 രൂപ 1000 രൂപയാണ് മാക്സിമം കൊടുക്കുക ക്രിസ്ത്യാനികൾക്ക്. അമ്മ ഭയങ്കര ക്രിസ്ത്യാനിയാ. ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് 1 രൂപ കൊടുക്കില്ല അമ്മ. എന്നെ വിളിച്ചിട്ടാ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് തന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അത് അമ്മയ്ക്കും ഞാൻ ഈ റോട്ടിലിറങ്ങി തണ്ടണത് കണ്ടിട്ട് ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളും പിന്നെ ആ ഉമ്മയുടെ കരച്ചില് ഭയങ്കരമായിട്ട് ആളെ സ്പർശിച്ചു. ഞാനൊരു അമ്മയാണ്, തെറ്റ് ചെയ്യാതെ നീ ജയിലിലായിരുന്നെങ്കിൽ നിന്നെ തൂക്കി കൊല്ലാൻ പറഞ്ഞ എന്റെ വേദന എന്തായിരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചു ആ ഉമ്മയുടെ കരച്ചില്. അതൊക്കെ കൂടാണ്ട് അമ്മയ്ക്കൊരു പരിവർത്തനം വന്നു. ജാതി മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് അമ്മയ്ക്ക് വയസ്സുകാലത്ത് കിട്ടി. ഞെട്ടിപ്പോയി. 1 ലക്ഷം രൂപ അമ്മ തരാന്ന് പറഞ്ഞാൽ 100 കോടി രൂപ തന്നതിന് തുല്യം. വേറൊരു ഗുണം ഉണ്ടായില്ല, ഒരു നന്മ. ഇത് വൈറലായി. ഇത് ഏഷ്യാനെറ്റും പല ചാനലുകളിലും ഇതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര വൈറലായി. ആ വൈറലായപ്പോ എന്തുണ്ടായെന്ന് വെച്ചാല് ഒരുപാട് പേര് പറഞ്ഞതാണ്, ഒരു മുസ്ലിമിന് വേണ്ടി ക്രിസ്ത്യാനി അമ്മ 1 ലക്ഷം, അതും ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാത്ത അമ്മ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അത് കുറ്റബോധം ഉണ്ടാക്കി. 1 രൂപ പോലും കൊടുക്കാത്ത ഒരുപാട് പേർക്ക് കുറ്റബോധം ഉണ്ടാക്കിയിട്ട് ഈ അമ്മ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂറിനുള്ളില് പൈസ അടിച്ചു കയറി, ക്ലോസ് ചെയ്തവിടെ. അതും ഒരു കാരണം. പിന്നെ ഒരുപാട് പേര് സംഘടനകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് സഹായിച്ച ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പരിശ്രമമാണ്. ഓക്കെ, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന താങ്കള് എല്ലാം നല്ല ഇന്റൻഷനോടെ ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരുപാട് ട്രോളുകൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അത്തരത്തിലുള്ള ഈ ട്രോളുകളൊക്കെ ശരിക്കും ബോച്ചെ കാണാറുണ്ട്. കണ്ട് അതൊക്കെ എന്താ ബോച്ചെ കണ്ട് ചിരിച്ചു വിടുവോ? അതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ തള്ളി വിടും, സാരില്ല എന്ന് വിചാരിക്കും. കാരണം എന്താണെന്നറിയാം, നമ്മള് ഇന്നാളൊരു ബിഷപ്പ് പ്രസംഗിക്കുകയായിരുന്നു സ്റ്റേജില്. അപ്പൊ എന്തോ സബ്ജക്റ്റ് കോട്ട് ചെയ്ത് വന്നപ്പോ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സഹായിക്കണം എന്ന് പറഞ്ഞു. എന്റെ ടോക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയ വ്യത്യസ്തമായ അഭിപ്രായമാണ്. നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കണം, പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് തന്നെ ചെയ്യണം. പ്രതിഫലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സഹായിച്ചാൽ അവൻ നിനക്ക് പണി തരും തിരിച്ച്. നിന്റെ ഏറ്റവും വലിയ ശത്രുവും
എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല. കാരണം ഞാൻ ഇതിനെ ഇറങ്ങുമ്പോൾ ഇതിനിപ്പോ ഒരു എനിക്ക് തോന്നുന്നു 99.99% പേരും സപ്പോർട്ടാണ്. വല്ല 0.1% ആൾക്കാരും മാത്രമേ കുത്തിത്തിരിപ്പുള്ളൂ ഈ പ്രവൃത്തിയെ കുറിച്ച്. എനിക്ക് ഒരു വിഷമമില്ല. ഞാൻ ഇതിനെ ഇറങ്ങുമ്പോൾ ഒന്ന് കള്ളനാവും. നമ്മൾ ഇന്ന് വരെ ₹1 ഒരാളുടെ അടുത്ത് കൈ നീട്ടിയിട്ടില്ല സ്വന്തം ആവശ്യത്തിന് ഒന്നിനും. ആദ്യമായിട്ടാണ് സംഭാവന ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ട് ചെയ്യാൻ പറ്റണത് ചെയ്യാത്രേ ഉള്ളൂ. അപ്പൊ കള്ളനാവും, ഇറങ്ങരുതെന്ന് പറഞ്ഞു. സാരില്ല, ഇതിനു വേണ്ടി ഞാൻ കള്ളനാവാം. ഇതിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും, സാരില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് അപ്രതീക്ഷിതമല്ല, ഷോക്കില്ല, കാണുമ്പോ ഒന്നും തോന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ ഇത് ചെയ്ത ഈ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ അബ്ദുൾ റഹീം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ബോച്ചനെ വന്ന് കാണുകയോ നിങ്ങൾ തമ്മില് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? കണ്ടോ? ഇറങ്ങിയിട്ടില്ല, ആയിട്ടില്ലേ? ഇല്ല, കാശൊക്കെ സ്വരൂപിച്ച് സെറ്റായി. അപ്പൊ ഇനി എന്നത്തേക്കായിരിക്കും അദ്ദേഹത്തിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഇനി 1 മാസം എടുക്കുന്ന പറയണ അവിടുത്തെ കാര്യം. പക്ഷെ അബ്ദുൾ റഹീം വന്ന് ചിലപ്പോ എന്നെ കാണും, കാണാതിരിക്കും. ഇനി കണ്ടാലും കണ്ടില്ലെങ്കിലും ഒന്നുമില്ല. വേറൊരു അനുഭവം ഉണ്ട്. സൗദി ജയിലിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ് എനിക്ക്, കുറച്ച് വർഷങ്ങൾ മുമ്പാണ്. ആ വ്യക്തി അയാളുടെ ഗേൾഫ്രണ്ടിനെ തള്ളിയെന്നോ അടിച്ചുവെന്നോ, അത് വീണിട്ട് തല അടിച്ചിട്ട് മരിക്കുന്ന ഒരു കേസാണ്. ഫിലിപ്പീനോ ആണ് ഗേൾഫ്രണ്ട്. അവള് വേറെ ആളുടെ കൂടെ പോയി എന്തൊക്കെയോ പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് അടിയായത്, ഉണ്ടും തള്ളായ. പെണ്ണ് വീണപ്പോ തല അടിച്ച് ഹെഡ് ഇഞ്ചുറി ആയി മരിച്ചു. മലയാളിയാണ്. ആ കേസിൽ ഇങ്ങനെ ഫോൺ വന്നിട്ട് പിന്നെ അതിനെ കുറിച്ചിട്ട് ഒരു പത്രത്തിലും വന്നിട്ടുണ്ടായിരുന്നു. തൂക്കി കൊല്ലാൻ വെച്ചിരിക്കുകയാണ്. സൗദിയിൽ തന്നെയാണ് അത്. അതിന് അന്ന് എത്രയാണ്, ഇത്രയും എമൗണ്ട് ഒന്നുമില്ല അതിന്, 2 കോടിയാണ്, അങ്ങനെ എന്തോ ഒരു സംഖ്യയാണ്, അതിനെന്തോ ഓർമ്മയില്ല. അപ്പൊ ഞാൻ അന്ന് 1 ലക്ഷം രൂപ കൊടുത്തു. ഒരു 20 വർഷം 15 വർഷം മുമ്പായിരിക്കും. 1 ലക്ഷം കൊടുത്തുള്ളൂ അതിലേക്ക്. പക്ഷെ 1 ലക്ഷം കൊടുത്തപ്പോ അത് ആ പത്രം നന്നായിട്ട് അത് കവർ ചെയ്തു. ഇങ്ങനെ 1 ലക്ഷം തന്നിരിക്കുകയാണ്. അതും വ്യത്യസ്ത മതക്കാരനാണ്. 1 ലക്ഷം രൂപ തന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറി. പലരും പിന്നെ ഫണ്ട് ഇടാൻ തുടങ്ങി. അത് നടന്നു. അപ്പോ ഈ ചെക്കൻ്റെ ഫാദർ എൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ട് പറഞ്ഞു, മോനെ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിട്ട് സന്തോഷമൊക്കെ പറഞ്ഞു. ഇവൻ വന്ന എയർപോർട്ടിൽ നിന്ന് നേരെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞാൽ അതൊന്നും സാരില്ല എന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് ആള് രക്ഷിച്ചു, നാട്ടിലൊക്കെ വന്നു. പലരും ഇടപെട്ടു, രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട് ആ സംഖ്യ കുറപ്പിക്കാനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ഞാനതും മറന്നു, നമ്മുടെ ദൗത്യം കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു ദിവസം ഈ കാർന്നവർ വന്ന് നിന്ന് കരയാ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ. അപ്പൊ എന്താ മോനൊക്കെ രക്ഷപ്പെട്ടില്ലേ? മോനെ, അവനെ രക്ഷിക്കാൻ പാടില്ലായിരുന്നു, സ്വന്തം തന്ത പറയാ. അവൻ കള്ളനാണ്. രക്ഷിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ കൊണ്ടുവരാം, അവനെ കൂട്ടാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു ഇല്ല, ഞാൻ പിന്നെ വരാം, തിരക്കാണെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ കള്ളുപിടിക്കാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് 2 പ്രാവശ്യം വിളിച്ചിട്ട് അവൻ വരുന്നില്ല. അവൻ വന്ന് അടിച്ചുപൊളിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. ഇത്രയും നന്ദിയില്ലാത്ത മോൻ എനിക്ക് ഉണ്ടായി പോയല്ലോ, അവൻ മിക്കവാറും മനഃപൂർവ്വം ആ പെണ്ണിനെ കൊന്നതായിരിക്കും എന്ന് വരെ തന്ത പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞു ഞാനിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് പറ്റാവുന്നൊരു കാര്യം ചെയ്തു, അതിൻ്റെ നന്മ സുഖം എനിക്ക് കിട്ടി, സന്തോഷമുണ്ട്. മകൻ എന്നെ വന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാനില്ല. അതുകൊണ്ട് നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. മനുഷ്യനാണെന്നും എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല എന്നും പലർക്കും പല മനസ്സാണെന്നും അതുകൊണ്ട് നമുക്ക് നല്ലതും സ്നേഹവും വെറുപ്പും ഇതൊക്കെ ദുഷിപ്പും ബിസിനസ് വൈരാഗ്യം ഇതൊക്കെ ഇതിൽ കൂടെ തിരിച്ചു വരുന്ന അറിഞ്ഞുകൊണ്ട് മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഇനി ഞാൻ തൊട്ട് മുന്നേ ചോദിച്ച പോലത്തെ ട്രോളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അതൊന്ന് കാണാം. നീ ചമയ്ക്കണ, ഞാൻ ചമയ്ക്കണ, നീ ഒന്ന് തുടക്കം വിടും, ബാക്കി ഞാൻ ചമച്ചോളാം. ഇപ്പൊ ഞങ്ങൾ 2 പേരാണ് പോണത്, തിരിച്ചു വരുമ്പോ 3-മതൊരാളുണ്ടാവും. വൃത്തികേട്ട് പറയാത്ര വൃത്തികെട്ടവനെ. സർ, ഇതൊരു പബ്ലിക് പ്ലേസാ. ഞാനൊരു പെൺകുട്ടിയും
കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. അയ്യോ ഗപ്പായിട്ടാണ് വരും ഗപ്പ് ചിരിക്കട്ടെ. വലിയ പലിശക്കാരനാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട്. ആ വഴിക്ക് ലേശം താല്പര്യം ഇല്ലാതില്ല. ഒരുമാതിരി ബോച്ചയുടെ പേരക്കുട്ടി ആവാനുള്ള പ്രായമുള്ള ഒരു കുട്ടി അതിനും ബൈക്കിന്റെ ബാക്കിൽ വെച്ചിട്ട് ഇമാതിരി ഡയലോഗ് കളിക്കാൻ രേശം ഒരു ഉളുപ്പ് വേണ്ട മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അയ്യയ്യയ്യയ്യേ. അത് സാർ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കൈ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈയിടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. എനിക്ക് മെയിനായി പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ നിങ്ങൾ ആരും ചീത്ത വിളിക്കുക ഇവരെ ഇത് പറയാൻ ചെയ്യണ്ട. കാരണം ഇവരുടെ ഒരു രീതികളാണത്. ഒരു പെണ്ണിന്റെ എന്നല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ മനസ്സറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ? ഇങ്ങനെയാണോ പെൺകുട്ടികളോട് പെരുമാറുന്നത്? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. ഇപ്പൊ കളിക്കുന്നില്ല, നിർത്തി. എന്തായാലും കളി മുടങ്ങാതെ നടന്നോട്ടെ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? രാത്രിയാണോ അധികം കളി? രാത്രി 12 മണിക്ക് 1 മണിക്ക്. രാത്രി 12 മണിക്ക് 1 മണിക്ക്. അപ്പൊ ഉറക്കമൊന്നുമില്ലേ? സാർ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുത്തുന്നുണ്ട്. എന്താ സാർ ഇത്? അല്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് കാണിക്കണത്. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കും. പുള്ളിക്കാരൻ അതറിയാം ആനന്ദം കണ്ടെത്തുന്നത്. പക്ഷെ നമുക്കതിൽ ആനന്ദമില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാൽ കേട്ടോ. എത്ര കാലം ഈ ഓട്ടം തുടങ്ങിയിട്ട്? നന്നായി ഓടുന്നുണ്ട്. അല്ല, എന്നാലും ഞാൻ വിചാരിച്ചൊരു ഓട്ടക്കാരിയാണെന്ന് കണ്ടു. തമ്പുരാന്റെ ഓരോ വികൃതികള്. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. എല്ലാം ഉണ്ടല്ലേ, ഒരു വലിക്കുള്ള എല്ലാ സാധനം കയ്യിലുണ്ട്. ഇത് കണ്ടിട്ടുണ്ടോ ബോച്ച ഈ ട്രോള് വന്നത്? ആണോ? അതെ. ഇപ്പം അതിനകത്ത് പറഞ്ഞാൽ തന്നെ അത് അങ്ങനെ പേർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണോ ബോച്ച? അതോ ചിലപ്പോ നമ്മളെ പറഞ്ഞു പോകുമ്പോ അതിന് പെട്ടെന്ന് പരാർത്ഥങ്ങൾ ഉണ്ടാവാം, ആൾക്കാർ അതിനകത്തുനിന്ന് വേറെയും ഒരേ വാക്കിന് തന്നെ നമുക്ക് ഒരേ പെൺകുട്ടീനെ ബാക്കിൽ ഇരുത്തിയിട്ടുള്ള കാര്യമല്ല ഇത്. എനിക്ക് തോന്നുന്നത് ബോച്ചെ ഇത് മറഡോണയുടെ സ്റ്റാച്ചു ആയിട്ടുള്ള ഒരു യാത്രയില് പല കോളേജ് സ്കൂളുകളിലൊക്കെ കയറി ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു യാത്രയായിരുന്നു. കോളേജിൽ കയറി തമാശക്ക് കയറി പറയണതല്ലേ ഇതൊക്കെ. അതൊക്കെ ഉണ്ടാക്കി തമാശ ഒരു തമാശയായിട്ട് പറയുന്നതാണ്. അതെടുത്ത് ആരോഗ്യം സീരിയസ് ആക്കി ഇത്രയും വലിയ ക്യാമ്പസിനകത്ത് അത് അവിടുത്തെ ഒരു സൈക്കിളിന്റെ ബാക്കിൽ ഒരു പെൺകുട്ടി കയറിയിരുന്നു. എന്നാ പോവല്ലേ ഖത്തറിലേക്ക്, തിരിച്ചു വരുമ്പോ നമ്മൾ 2 ആള് പോയി 3 ആള് തിരിച്ചു വരും. അതിനൊക്കെ നർമ്മബോധം തമാശയല്ല, എല്ലാവർക്കും മനസ്സിലാവും. ചിലവര് അതെടുത്തിട്ട് വലിയ സംഭവമാക്കി മാറ്റി വേറെ അർത്ഥം. ഇത് രണ്ടും ഒന്നാണ്, ഇതില് തെറ്റൊന്നുമില്ല. ഇപ്പൊ പറയണവരെ കുറിച്ചും തെറ്റില്ല. ഞാനിത് ചെയ്യുന്നത് ഒരു തമാശയും വ്യൂവേഴ്സിനെ കിട്ടാനും സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം ഉണ്ടാക്കാനാണ്. ഇത് ഏറ്റെടുത്ത് വിവാദം ഉണ്ടാക്കുന്നവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. അതെടുത്തിട്ട് ഇവര് ചെയ്യുന്നു. അപ്പൊ രണ്ടുപേരും ഉദ്ദേശം ഒന്നോ, രണ്ടുപേരും തെറ്റൊന്നുമില്ല. രണ്ടുപേരും ഉദ്ദേശശുദ്ധി രണ്ടുപേരും ഒരു ട്രോളും കൂടെ. ഇത് പോസിറ്റീവ്, അത് നെഗറ്റീവ്. ഒരു ട്രോളും കൂടെ. ഇവനെന്തു പറ്റി? ഓന്തിന് മൂക്കുപിടി കൊടുത്ത പോലെ. ഇങ്ങനെ ഒരു സൃഷ്ടി. ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? കോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത്. പിന്നെന്ത്? ഷോക്ക് അടിക്കേണ്ട ടൈമായി. ഇതാണെങ്കിലോ ഇതും അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് ചെയ്ത ഒരു വീഡിയോ ആണോ? ആ ഡാൻസും ഒക്കെ അല്ലാതെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറെ പേര് ടൂറിസ്റ്റുകളുണ്ട്. അവര് കാണുമ്പോ ഒരു രസം ചിരിക്കുക, ഇതിങ്ങനെ ഇടുക. ഇത് ഇറക്കുമ്പോഴേ എനിക്കറിയാം ഇതിന്റെ ട്രോളൊക്കെ വരുന്നുള്ളത്. 20 ലക്ഷം പേരെ കാണണമെങ്കിൽ ട്രോള് വരുമ്പോ അത് 1 കോടിയിലേക്ക് എത്തും. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ടു മേക്ക്
മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആൻഡ് ഫെയിം ആൻഡ് ഓ എവറിത്തിങ്. ഓക്കെ. അപ്പൊ ഇതെല്ലാം അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഗെയിം തന്നെയാണിത് അല്ലേ? ദീർഘവീക്ഷണമാണ്. പിന്നെ ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രോളുകൾ വരികയും ഇങ്ങനെ ഈ കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്ന അതിലൂടെയൊക്കെ ഗോ ത്രൂ ചെയ്യാറുണ്ടോ? നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വായിക്കുക? ഞാൻ ഈ 3-4 പിള്ളേരുണ്ട് നമ്മുടെ കൂടെ സോഷ്യൽ മീഡിയ സ്റ്റാഫ്. ഒരാളുടെ ഡ്യൂട്ടി ഞാൻ ഈ സോഷ്യൽ മീഡിയ നോക്കാറില്ല, ഫേസ്ബുക്ക് ഒന്നും നോക്കാറില്ല. അവരിങ്ങനത്തെ എന്റെ വരുന്ന എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. ഓക്കെ ശരി. ഇനി നമുക്ക് വേറൊരു സെഗ്മെന്റിലേക്ക് പോവാം. ആ സെഗ്മെന്റ് എന്ന് പറയുന്നത് മനസ്സ് പറയുന്ന കാര്യങ്ങൾ എന്നുള്ളൊരിതാണ്. ഓക്കെ. ഈ മനസ്സ് പറയുന്ന കാര്യങ്ങൾ എന്ന ഈ സെഗ്മെന്റിൽ ഇപ്പൊ ഓരോ ചോദ്യങ്ങളും ഞാൻ വായിക്കുമ്പോൾ ശരിക്കും മനസ്സിൽ നിന്ന്, ബോച്ചയുടെ മനസ്സിൽ നിന്ന് വേണം ഇതിന്റെ ആൻസേഴ്സ് പറയാനായിട്ട്. ഓക്കെ. സ്വന്തം പേരിൽ പുറത്തു വന്ന അത് കണ്ട് മനസ്സ് വേദനിച്ച ഒരു ഫേക്ക് ന്യൂസ്. സ്വന്തം പേരിൽ പുറത്തു വന്ന അത് കണ്ട് മനസ്സ് വേദനിച്ച ഒരു ഫേക്ക് ന്യൂസ്. ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നു, നമ്മള് നല്ല ഇന്റൻഷനോട് കൂടി ചെയ്തു, പക്ഷെ അതിപ്പോ ഇവിടെ കാണിച്ചല്ലോ നേരത്തെ ഇങ്ങനെ ബോച്ചയെ പറ്റിച്ചു തെറ്റിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വേദനിപ്പിച്ച ഒരു ഫേക്ക് ന്യൂസ്. നമ്മള് തെറ്റ് ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്യാതെ അത് പറയുമ്പോ ഉണ്ടാവുന്ന ഒരു വേദന. ഓക്കെ. സിനിമാ മേഖലയിൽ താങ്കൾക്ക് പ്രബലരായ ശത്രുക്കളുണ്ട്. സിനിമാ മേഖലയില് ഉണ്ടാവേണ്ട ആവശ്യമില്ല. സിനിമ പിടിക്കുന്നില്ല, എല്ലാ സിനിമ കാണുന്നതാണ്, സിനിമാക്കാരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഓരോരുത്തരും എന്താ ചിന്തിക്കണേന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അറിവിലില്ല. ഞാൻ ഒന്നാമത് ഈ പറഞ്ഞ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് തൊട്ട് എല്ലാ നടന്മാരും നടിമാരും ഒക്കെ ഫസ്റ്റ് ഇനാഗ്രേഷന് ഞാൻ വിളിക്കുന്നത് ഞാനാണ്. കൾച്ചർ കൊണ്ടുവരുന്നത് ഞാനാണ് കേരളത്തിൽ ഫസ്റ്റ് ടൈം. ഈവൻ ഹിന്ദി സൽമാൻ ഖാൻ, അനിൽ കപൂർ തുടങ്ങി മറഡോണ എല്ലാവരും ആ ട്രെൻഡ്, പിന്നെ ഇപ്പൊ നടക്കുന്ന ഈ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഞാൻ വന്നതിന് ശേഷമാണ് ഇതൊക്കെ. അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല അടുപ്പാണ്. അങ്ങനെ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവർക്കൊരു കോമ്പറ്റീറ്ററും അല്ല, ഒരു സിനിമയിൽ അഭിനയിക്കാനും ഇല്ല, സിനിമ പിടിക്കാനും ഇല്ല. മറ്റുള്ളവരുടെ ശത്രുത പലപ്പോഴും മനസ്സ് നീറ്റിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മറ്റേതൊന്നും ഞാൻ കെയർ ചെയ്യാറില്ല. ഇതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് മനസ്സ് വേദനിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സെൽഫ് പ്രൊമോഷന് വേണ്ടിയെന്ന് മുദ്ര കുത്തപ്പെടാറുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ എല്ലാം അങ്ങനെയല്ല. ചിലതൊക്കെ അതിനു വേണ്ടി ചെയ്യും, ചിലതൊക്കെ ആത്മാർത്ഥമായി ഫ്രം ദ ഹാർട്ട് ചെയ്യുന്നതുമാണ്. നമുക്ക് മനസ്സലിഞ്ഞ് വിഷമമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പം അത് പറയുമ്പോൾ എല്ലാം ഇത് ഒരു സെൽഫ് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു പേര് രജിസ്റ്റേർഡ് ആയി പോയ പോലെ വരുന്നു. പണം ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പണമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണം ഏറ്റവും പ്രധാനപ്പെട്ടതല്ല, പണം പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്നാ? ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ലവ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Happiness, the real happiness through love, that is the ultimate, which everybody can't get it. പറഞ്ഞു പോയ പ്രസ്താവനകൾ പിൻവലിക്കാതിരുന്നതുകൊണ്ടുണ്ടായ വലിയ പ്രതിസന്ധി. ഓർമ്മയില്ല അങ്ങനെ എന്താണെന്നൊന്നും. ഉണ്ടാവുമായിരിക്കും. സിനിമാ മോഹം കൊണ്ട് ഒരു അമളി പറ്റിയിട്ടുണ്ട് ഉണ്ടോ? സിനിമാ മോഹം കൊണ്ട് സിനിമാ മോഹം എന്ന് പറഞ്ഞാൽ എന്താ? സിനിമ പ്രൊഡ്യൂസ് ചെയ്യേ, സിനിമ ആക്ട് ചെയ്യോ, സിനിമയിൽ എന്തെങ്കിലുമായിട്ട് അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ഒരു അമളി പറ്റിയിട്ടുണ്ടോന്ന് ഓർമ്മയിലില്ല. ഇല്ല. സിനിമയിലേക്ക് അങ്ങനെ എൻട്രി ചെയ്യാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ. താങ്കളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കയറി പറ്റാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്, ഉണ്ടോ? ഓക്കെ. അങ്ങനെയുള്ളവരെ എന്താ അപ്പം അവർക്കൊരു ലൈൻ വരച്ചിട്ട് അവിടെ നിർത്തിയേക്കുവാണോ? അവരെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഈ ഞാൻ ഇത്രയാണ് മനസ്സ് പറയുന്ന കാര്യങ്ങൾ സെഗ്മെന്റ് കഴിഞ്ഞു. കൂടുതൽ എല്ലാവരും ലിവിങ് ടുഗെദർ ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബോച്ചയ്ക്ക് അങ്ങനെയുള്ള അതിനോടുള്ള ഒരു അഭിപ്രായം എന്തായിരിക്കും? നല്ലതാണ്, വളരെ നല്ലതാണ്. നമ്മുടെ ഈ കല്യാണം സമ്പ്രദായങ്ങളൊക്കെ അതൊക്കെ എന്നെ സംബന്ധിച്ച് അത് ശരിയായ ഒരു രീതിയായിട്ട് തോന്നുന്നില്ല.